ഹലോ മൈ പീപ്പിൾ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നിങ്ങൾ കാണുന്ന പോലെ നമ്മളിപ്പോൾ എയർപോർട്ടിലാണ് ഉള്ളത്. അച്ചാച്ചനും അമ്മയ്ക്ക് വന്നപ്പോൾ നമ്മളൊരു ചെറിയ സമ്മർ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ട്രിപ്പിൻ്റെ വിശേഷങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെയാണ് ഇനിയുള്ള വീഡിയോസിൽ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. എങ്ങോട്ടാണ് നമ്മൾ ട്രിപ്പ് പോകുന്നത്, നമ്മളിപ്പോൾ എവിടെയാണ് ഉള്ളത് എന്ന സംഭവങ്ങളൊക്കെ ഞാൻ വഴിയേ പറയാം. നമ്മുടെ ഫ്ലൈറ്റ് വരുന്നത് 3 മണിക്കാണ്, അതായത് പകൽ സമയം 3 മണി. നമ്മൾ കുറച്ച് നേരത്തെ തന്നെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി നോക്കിയപ്പം ടൈം ആയിട്ടില്ല എന്നാണ് കാണിച്ചത്. പിന്നെ ഇതേപോലെ ഒരു കിയോസിൽ പോയിട്ട് നമ്മൾ നമ്മുടെ ഫ്ലൈറ്റ് സെലക്ട് ചെയ്ത് നമ്മുടെ കയ്യിലുള്ള ബോർഡിംഗ് പാസ് സ്കാൻ ചെയ്യുമ്പോൾ ഓൾറെഡി ചെക്ക് ഇൻ ആകും. ഇതൊരു ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ആയതുകൊണ്ട് എല്ലാവർക്കും 7 kg ഒരു ബാഗ് മാത്രമേ ക്യാരി ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ ഈ 6 പേർക്ക് വേണ്ടി നമ്മൾ 10 kg ഒരു ക്യാരി ഓൺ ബാഗും 23 kg ഒരു ബാഗും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സംഭവങ്ങളും ബാഗ് ഡ്രോപ്പ് അങ്ങനത്തെ സംഭവങ്ങളും ഫോർമാലിറ്റീസൊക്കെ ആൽഫി ചെയ്തിട്ട് വന്നു. ഇനിയുള്ള ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കാണ്, അതായത് ഈ 7 kg പേഴ്സണൽ ഐറ്റം ക്യാരി ചെയ്യുന്നത് നമുക്കാണ്. വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ നമ്മുടെ ബാഗ് ഈ കാണുന്ന ഫസ്റ്റ് സെക്ഷനിൽ ഇൻസേർട്ട് ചെയ്യണം. അങ്ങനെ ഒപ്പിച്ച് തള്ളി അങ്ങനെ ആക്കി വെച്ചാലൊന്നും പോരാ, കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ബാഗ് അതിൻ്റെ ഉള്ളിലേക്ക് പോകണം, എന്നാലേ അത് അവർ അപ്രൂവ് ചെയ്യത്തുള്ളൂ. നമുക്ക് ഈ പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മൾ വന്നപ്പോൾ തന്നെ ഈ ബാഗ് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ നോക്കിയപ്പോൾ പറ്റിയില്ല. പക്ഷെ നമുക്ക് ഓൾറെഡി എക്സ്ട്രാ ബാഗ് ഉള്ളത് കൊണ്ട് നമ്മൾ അതിലേക്ക് സാധനങ്ങൾ മാറ്റിയിട്ട് വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്തത്. പക്ഷേ അവിടെ കുറച്ച് പേര് അവരുടെ ബാഗ് ഫിറ്റ് ആകാത്തത് കൊണ്ട് അവരുടെ പേഴ്സണൽ ഐറ്റംസ് കൊണ്ട് കളയുന്നത് കണ്ടു. അപ്പോൾ ഇതുപോലെ ഡൊമസ്റ്റിക് ആയിട്ട് ട്രാവൽ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുവാണെങ്കിൽ അവരുടെ ട്രാവൽ കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിരിക്കും, സ്ട്രെസ് ഫ്രീ ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ വലിയൊരു എമൗണ്ട് കൊടുത്തിട്ട് നമ്മുടെ ബാഗ് അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും. അതൊന്നും എല്ലാവർക്കും ആ ഒരു ടൈമിൽ പോസിബിൾ ആയി എന്ന് വരില്ല. ചിലപ്പോൾ നമ്മൾ പുതിയതായിട്ട് മേടിച്ച സാധനങ്ങളായിരിക്കാം, അത് യൂസ് പോലും ചെയ്യാതെ ചുമ്മാ കൊണ്ട് കളയുക എന്നതിനേക്കാളും നല്ലത് നമ്മളതൊക്കെ നേരത്തെ മുൻകൂട്ടി കണ്ട് അതിന് വേണ്ട പ്രിക്കോഷൻസ് എടുക്കുന്നതായിരിക്കും. മുന്നിൽ പോയ 3 പേര് ഞങ്ങൾ വിളിച്ചത് കൊണ്ട് നിന്നതല്ല. ടിം ഹോട്ടൽസിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ എല്ലാവർക്കും വിശപ്പിന് വിളി വന്നു. എന്നാൽ പിന്നെ ആ വിളിക്കുള്ള ഉത്തരം കൊടുത്തിട്ട് ബാക്കി യാത്ര കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ കുറച്ച് നേരം എന്ത് മേടിക്കണം എന്ത് കഴിക്കണം എന്ന് ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്തി സാധനം മേടിച്ച് അവിടുന്ന് പുറത്ത്. എന്താ മേടിച്ചത് നമ്മൾ? ഒരു മഫിൻ വാങ്ങി, പിന്നെ 2 ക്രോസ്, പിന്നെ നമ്മളൊരു കാപ്പി കൂടെ മേടിച്ചു. ബാക്കി ഫുഡായിട്ട് ആൽഫിയും വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഗേറ്റിൻ്റെ അങ്ങോട്ടേക്ക് പോകുവാണ്. ഇനി ഓൾമോസ്റ്റ് 1 hour ഉണ്ട് നമുക്ക് ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാനായിട്ട്. പിന്നെ എല്ലാവരും ഒരുമിച്ചുള്ളത് കൊണ്ട് സമയം പോയത് നമ്മൾ അറിഞ്ഞതേ ഇല്ല. പിന്നെ കോഫിയൊക്കെ കുടിച്ച് ഇങ്ങനെ ചില്ല് ചെയ്ത് ഇരിക്കുകയാണ്. ഇവർക്ക് എങ്ങോട്ടാണ് ഈ പോകുന്നത്, എന്താണ് ഇവരുടെ പ്ലാൻ എന്നൊക്കെയായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി പറയാം. നമ്മളിപ്പോൾ ഉള്ളത് ഒൻറ്റാരിയോ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മൾ ആൽബർട്ട എന്ന് പറയുന്ന പ്രൊവിൻസിലേക്ക് ആണ് ഇപ്പോൾ പോകുന്നത്. അതായത് കാൽഗറി എന്ന് പറയുന്ന എയർപോർട്ടിലേക്കാണ് നമ്മൾ ഇപ്പോൾ ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരു 4 to 5 days ട്രിപ്പാണ്. 5th day നമ്മൾ തിരിച്ച് ഒൻറ്റാരിയോയിൽ എത്തുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. കാനഡയിലുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും അറിയാം, ആൽബർട്ട എന്ന് പറയുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രൊവിൻസാണ്. നല്ല എന്താ പറയുക, അടിപൊളിയായിട്ടുള്ള ഒരുപാട് വ്യൂസ് അവിടെ കാണാനായിട്ടുണ്ട്. നമ്മളെല്ലാവരും ആദ്യമായിട്ടാണ് ആൽബർട്ടയിൽ പോകുന്നത്. ക്യുബക്ക് എന്ന് പറയുന്ന വേറെ പ്രൊവിൻസിലൊക്കെ നമ്മൾ പോയിട്ടുണ്ട്, പക്ഷേ ഈ ഏരിയയിലേക്ക് നമ്മൾ ഫസ്റ്റ് ടൈമായിട്ടാണ് വരുന്നത്. ഈ ട്രിപ്പ് നമുക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ട്രിപ്പാണ്. ഇത് നമ്മുടെ ഫസ്റ്റ് ഫാമിലി ട്രിപ്പാണ്. എല്ലാവരും കൂടെ ഒരുമിച്ചായിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ട്രിപ്പ് പോകുന്നത്. പിന്നെ നമ്മുടെ ഇത് ഫസ്റ്റ് ഡൊമസ്റ്റിക് ഫ്ലൈറ്റാണ്. കാനഡയിൽ വന്നിട്ട് നമ്മൾ ബൈ റോഡ് ഒരുപാട് ട്രിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഫ്ലൈറ്റ് എടുത്തിട്ട് നമ്മൾ ഇതുവരെ എങ്ങോട്ടും പോയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഫസ്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് കൊണ്ട് ഈ ട്രിപ്പ് നമുക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ട്രിപ്പാണ്. എന്തിനാ പോകണ്ടാത്ത? ഏതിനാ പോകണ്ടാത്ത? കയാക്കിന്. അതെന്നാ വെള്ളത്തിൽ നല്ല പരിചയമില്ലല്ലോ, അങ്ങനെയൊക്കെ പരിചയപ്പെടുക. ആൽഫിക്ക് വേറെ സോണാണ് കിട്ടിയത്. അപ്പോൾ ബോർഡിങ് തുടങ്ങിയപ്പോൾ ആദ്യം ആൽഫിയാണ് കയറിയത്. ബാക്കി എല്ലാവർക്കും സെയിം സോണാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് ബോർഡ് ചെയ്തത്. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി പോകുവാണ്. കാത്തിരുന്ന് അവസാനം നമ്മളിതാ ബോർഡ് ചെയ്യാൻ വേണ്ടി പോകുവാണ്. ഇത് വരുന്നത് ഒരു 5 hours ഫ്ലൈറ്റാണ്. ഡയറക്റ്റ് ഒൻറ്റാരിയോയിൽ നിന്ന് കാൽഗറിയിലേക്കാണ് വരുന്നത്. ലേ ഓവർ കാര്യങ്ങളോ അങ്ങനത്തെ സംഭവങ്ങളോ ഒന്നുമില്ല. അങ്ങനെ ഇനി ഒരു 5 മണിക്കൂർ ഫ്ലൈറ്റിൻ്റെ അകത്ത് ഇങ്ങനെ ഇരിക്കണം. അതാണ് ഇനിയുള്ള ചടങ്ങ്. നമ്മൾ ആദ്യം ഇരുന്നപ്പോൾ നമുക്ക് സീറ്റ് മാറിപ്പോയി. പിന്നെ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മൾ തെറ്റായ സീറ്റിലാണ് വന്നിരുന്നതെന്ന്. അതാണ് നിങ്ങൾ 2 വിഷ്വൽ കണ്ടത്, ആദ്യം ലെഫ്റ്റും പിന്നെ റൈറ്റും. എല്ലാവരും തംസപ്പൊക്കെ തന്ന് സെറ്റായിരിക്കുവാണ്. ഞാൻ ആ സൈഡിലേക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ആൽഫിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
പിന്നെ സീറ്റിൽ വന്നിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് എന്നൊക്കെ നമ്മൾ തപ്പി നോക്കണമല്ലോ. ആ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഒരു മാഗസിൻ ഉണ്ടായിരുന്നു, പിന്നെ എമർജൻസി എക്സിറ്റ് അങ്ങനത്തെ സംഭവങ്ങൾ ഡീറ്റെയിൽസൊക്കെ എഴുതിയിട്ടുള്ള ഒരു കാർഡ് ഉണ്ടായിരുന്നു. അതൊക്കെ നോക്കി മറിച്ച് നോക്കി തിരിച്ചവിടെ തന്നെ വെച്ചു. പിന്നെ അതിൻ്റെ മുകളിൽ ഒരു ട്രേ ഉണ്ടായിരുന്നു, ഒരു കുട്ടി ട്രേ ആണ്, ഡീസൻറ്റ് സൈസിൽ. അപ്പോൾ അതൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ. ഇനി ഉറങ്ങിക്കോ. ഇതൊക്കെ നാളെ മുതൽ പഠിപ്പിൽ ഓടി കളിക്കും. പഠിപ്പിൽ കൂടിയാലും എന്താ, പിന്നെ ഫേമസ് ആയില്ലേ, പഠിപ്പ് മൊത്തം ബന്ധടിക്ക് മൊത്തം അറിയും. And please remove earphones or headphones. Pay attention to our flight attendants for the safety demo. Thank you. If you have not already done so, please fasten your seatbelt. To fasten it, insert the flat metal fitting into the buckle and pull on the strap to tighten around your hips. To release, lift up on the upper portion of the buckle and pull apart. അങ്ങനെ ഫ്ലൈറ്റ് മൂവ് ചെയ്ത് തുടങ്ങി. ഞാൻ ആക്ച്വലി കാണാൻ വേണ്ടിയിട്ട് ഒരു മൂവിയൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചു. പക്ഷെ ഫോൺ ചാർജിലിടാൻ മറന്നുപോയി. കയറി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴാണ് ഫോണിൽ ചാർജ് ഇല്ല എന്ന സംഭവം ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ചാർജ് ഉണ്ട്, പക്ഷെ ഒരു മൂവി ഇരുന്ന് കണ്ട് തീർക്കാനും മാത്രമുള്ള ചാർജ് ഇല്ല. ചാർജർ ആണെങ്കിൽ ബാഗിൻ്റെ ഏതോ മൂലയ്ക്ക് കൊണ്ടിട്ടിട്ടുള്ളത്. അപ്പോൾ അത് അവിടുന്ന് തപ്പി കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ അതൊരു ടാസ്ക്കാണ്. അതുകൊണ്ട് ഞാൻ അതിന് മുതിർന്നില്ല. ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു സംഭവമാണ് ഇതേപോലെ ചാർജറും ഹെഡ്സെറ്റും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു ഓർഗനൈസർ മേടിക്കണം എന്ന്. എല്ലാ പ്രാവശ്യവും ട്രിപ്പിന് പോകുന്ന സമയത്ത് ഇത് ഓർക്കും. ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ഇതിൻ്റെ കാര്യം മറന്നു പോകും. ഇനി അടുത്ത ട്രിപ്പിന് വേണ്ടി പാക്ക് ചെയ്യുന്ന സമയത്താണ് പിന്നെ ഇത് ഓർക്കുക. ഇനിയെങ്കിലും ഒരു സാധനം മേടിക്കണം. ഫ്ലൈറ്റ് മൂവ് ചെയ്ത് തുടങ്ങിയ പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനലിൽ കൂടെ താഴത്തെ വ്യൂ കണ്ട് ആസ്വദിക്കുക. ആ സൈഡിൽ കാണുന്ന വ്യൂ എന്ത് ബ്യൂട്ടിഫുള്ളാണ്. നമുക്കെല്ലാം കറക്റ്റായിട്ട് കാണാൻ വേണ്ടി പറ്റും. റോഡ്, ബിൽഡിങ്, മരങ്ങൾ. ഡേ ടൈം ആണെങ്കിലും നൈറ്റ് ആണെങ്കിലും നമ്മൾ മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഭയങ്കര ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അതേപോലെ കുറച്ചങ്ങ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ക്ലൗഡ്സൊക്കെ വന്നിട്ട് ഈ ക്ലൗഡ്സിൻ്റെ ഇടയ്ക്ക് കൊണ്ട് നമ്മളിങ്ങനെ പോകുമ്പോൾ ഫോൺ എടുത്ത് ഇതിൻ്റെയൊക്കെ വീഡിയോ എടുക്കുക, ഫോട്ടോ എടുക്കുക. ഇതാണ് പ്ലെയിനിൽ കയറിയ എൻ്റെ മെയിൻ ഹോബി. കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ ഡിലീറ്റ് ആക്കി കളയും. എന്നാലും ഇരുന്ന് ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഈ കാണുന്ന ക്ലൗഡിൻ്റെ പല തരത്തിലുള്ള ഫോട്ടോസ് എടുക്കുക. അതാണ് എൻ്റെ എൻ്റർടൈൻമെൻറ്റ്. അമ്മേ അമ്മേ എന്താ ചെയ്യുന്നത്? ഞാൻ കുറച്ചു നേരം കിടന്നുറങ്ങി. പിന്നെ ഞാൻ ആൽഫിനെ കുറച്ച് നേരം ചൊറിഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ 5 മണിക്കൂറിൻ്റെ യാത്ര കഴിഞ്ഞ് നമ്മൾ ലാൻഡ് ചെയ്യാൻ വേണ്ടി ടൈം ആയിട്ടുണ്ട്. എയർ ഹോസ്റ്റസിന് നന്ദിയൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുവാണ്. നമ്മൾ നേരത്തെ തന്നെ റെൻ്റൽ കാർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി എങ്ങനെയാണ് കാറിൻ്റെ അങ്ങോട്ട് എത്തേണ്ടത് എന്ന സംഭവങ്ങളൊക്കെ നമ്മളിനി കണ്ടുപിടിക്കണം. എങ്ങനെയുണ്ടായിരുന്നു ഫ്ലൈറ്റ്? Beautiful with full of turbulence. അമ്മയ്ക്ക് എങ്ങനെയുണ്ടായിരുന്നു? പൈലറ്റ് ഒരു എന്താ ഒരു പറയുക, പാവം ഒരു മനുഷ്യനെ. ഭ്രാന്തനെ പോലെ തോന്നി. കാരണം അത് കുലുക്കി മറിച്ച് അത് മുഴുവൻ മഞ്ഞായിരുന്നു, മറ്റേ ഇതാ ക്ലൗഡ് ആയതുകൊണ്ടാണ്. അപ്പൊ അയാൾ ഇങ്ങനെ പോയതായിരിക്കും, മാറി മാറി പോയതായിരിക്കും. പാവം മനുഷ്യൻ ഇറങ്ങിയപ്പോ കൈ വരെ കാണിച്ചു. വിശന്നോ? വിശന്നോന്നോ? എനിക്ക് വിഷയില്ല. വാഷ്റൂം പോയി കഴിഞ്ഞപ്പോ എന്റെ വിശപ്പൊന്ന് പോയി. ഇപ്പോഴല്ലേ ആ. അത് വായിച്ചിട്ട് ഇങ്ങനെ അമ്മയ്ക്ക് വിശക്കുന്നുണ്ടോ? കിട്ടിയതില്ല. ഞാൻ അപ്പോൾ നമുക്ക് തിന്നാൻ പോവാം. ഫ്ലൈറ്റ് എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. അത്രേ ഉള്ളൂ? അത്രേ ഉള്ളൂ. വിശക്കുന്നുണ്ടോ? വിശക്കുന്നുണ്ട്. കാപ്പിയുടെ മണമെന്നപ്പോ ഒരു ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ പുറകെ കാണുന്ന വിശക്കുന്നതിനല്ല. പുറകിൽ കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് ഗൈസ്. നമ്മൾ റെൻറ്റിന് കാറ് ബുക്ക് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പം നമ്മൾ അവരെ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞത് എയർപോർട്ടിൽ നിന്ന് ഫ്രീ ഷട്ടിൽ സർവീസ് ഉണ്ട്. അപ്പോൾ അതിൽ കയറുവാണെങ്കിൽ അവിടെ പാർക്കിംഗ് ലോട്ടിൽ നമ്മൾ ഡ്രോപ്പ് ചെയ്യും. അവിടുന്ന് കീയും കാറും കളക്ട് ചെയ്യാം എന്നാണ് പറഞ്ഞത്. നമ്മൾ 7 സീറ്റർ ആയിട്ടുള്ള ഹൈലാൻഡറാണ് ബുക്ക് ചെയ്തത്. ബ്ലാക്ക് ഹൈലാൻഡറാണ്. അപ്പോൾ കാറ് വന്നിട്ട് നമ്മുടെ ലഗേജും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ അതിലേക്ക് എടുത്തു വെച്ചു. ഇതൊരു നല്ല കാറായിരുന്നു. അവരുടെ സർവീസ് ആണെങ്കിലും വളരെ നല്ലതായിരുന്നു. ഇനിയിപ്പോൾ ആർക്കെങ്കിലും ഇതേപോലെ റെൻ്റൽ കാർ ബുക്ക് ചെയ്യണം, അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരാം. ആൽബർട്ട ഒൻറ്റാരി വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആണ്. അത് വന്നിറങ്ങുമ്പോൾ തന്നെ നമുക്ക് ആ വ്യത്യാസം മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഇവിടെ കുറച്ചും കൂടെ ഹില്ലി ഏരിയ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇവിടുത്തെ റോഡാണെങ്കിലും കുറച്ചും കൂടെ വൈഡാണ്. നമുക്ക് ആ ഒരു ഡിഫറൻസ് ശരിക്കും മനസ്സിലാവും.
അവിടുന്ന് നമ്മൾ നേരെ വിട്ടത് കോസ്കോയിലേക്കാണ്. അഫോർഡബിൾ ആയിട്ട് എന്നാൽ കുറച്ചധികം പേർക്ക് ബൾക്കി ആയിട്ട് നമുക്ക് സാധനം മേടിക്കണമെങ്കിൽ അതിന് പറ്റിയ ബെസ്റ്റ് സ്പോട്ടാണ് കോസ്കോ. ഇവിടെയുള്ള ആൾക്കാർക്കും കോസ്കോ അറിയുന്ന ആൾക്കാർക്കും അറിയാം, ബൾക്കായിട്ട് അഫോർഡബിൾ റേറ്റിൽ സാധനം മേടിക്കണമെങ്കിൽ കോസ്കോയിൽ പോയാൽ മതി. പിന്നെ ഒരു കടയിൽ കയറിയ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പരിധി തപ്പണം എന്നാണല്ലോ. അങ്ങനെ ആ കട മൊത്തം പരിധി തപ്പി നമുക്ക് വേണ്ട സംഭവങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ പ്ലാൻ ഉള്ളത് കൊണ്ട് നമ്മൾ ഓൾറെഡി പ്രപ്പ് ചെയ്ത ചിക്കൻ, പിന്നെ മുട്ട, കുറച്ച് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, പിന്നെ പ്രോട്ടീൻ ബാർ, ഗാർലിക് ബ്രെഡ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് നമ്മൾ മേടിച്ചത്. കോസ്കോയിൽ പോയി അവിടുത്തെ ഫുഡ് കോർട്ടിൽ പോയിട്ട് എന്തെങ്കിലും മേടിക്കുക എന്നുള്ളത് ഒരു ചടങ്ങാണ്. അപ്പം നമ്മൾ ഇന്നും ആ ചടങ്ങ് തെറ്റിച്ചിട്ടില്ല. ചെറുതായിട്ട് വിശക്കുന്ന കൊണ്ട് നമ്മളവിടെ പോയിട്ട് പീച്ച, ഫ്രഞ്ച് ഫ്രൈസ് ആൻഡ് ചിക്കൻ സ്ട്രിപ്പ്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്തു. നമ്മൾ പുറത്തിറങ്ങി ഇത്രയും വെയിലൊക്കെ കാണുമ്പോൾ സമയം ഒരു 5 മണിയൊക്കെ ആയി എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും സത്യത്തിൽ സമയം 8 മണിയായിട്ടുണ്ട്. ഇവിടെ സമ്മർ ആയതുകൊണ്ട് ലേറ്റായിട്ടാണ് ഇരുട്ടാവുക. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 10 മണിയൊക്കെ ആകണം ഇവിടുത്തെ വെട്ടം പോകണമെങ്കിൽ. അങ്ങനെ ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ നമ്മുടെ വീടെത്തി. നമ്മുടെ സ്വന്തം വീടല്ല, നമ്മൾ ബുക്ക് ചെയ്ത Airbnb. ഇത് കാൽഗറിയിൽ തന്നെയാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. വളരെ സ്പേഷ്യസ് ആയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വീടായിരുന്നു ഇത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. ബാക്കി സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സെൻട്രലായിട്ട് നമുക്ക് ലിവിങ് സ്പേസ് വരുന്നുണ്ട്. ഇത് സോഫ കം ബെഡാണ്. പിന്നെ നമുക്കൊരു ബെഡ്റൂമും കൂടെ വരുന്നുണ്ട്. അതും ഈ പറഞ്ഞ പോലെ അത്യാവശ്യം ബിഗ് ആയിട്ടുള്ളൊരു ബെഡ്റൂമാണ്. സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നെക്സ്റ്റ് വരുന്നത് കിച്ചണാണ്. കിച്ചൺ വളരെ നീറ്റായിട്ടുള്ളൊരു കുട്ടി കിച്ചണാണ്. നമ്മൾ മേടിച്ച സാധനങ്ങളൊക്കെ നമ്മൾ കിച്ചണിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് കിച്ചണിനകത്ത്. കെറ്റിലുണ്ട്, കോഫി മെഷീനുണ്ട്, അവനുണ്ട്. പിന്നെ നമുക്ക് കുക്ക് ചെയ്യാനാണെങ്കിൽ തന്നെ കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നെക്സ്റ്റ് നമുക്ക് വരുന്നത് വാഷ്റൂമാണ്. ഈ പറഞ്ഞതുപോലെ ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള വാഷ്റൂമാണ്. നമുക്ക് തുണി കഴുകാനായിട്ട് വാഷ്റൂം ഡ്രയറും ഉണ്ട്. അത്യാവശ്യം നല്ല എന്താ പറയുക ഫെസിലിറ്റീസൊക്കെ ഉള്ള ഒരു നല്ലൊരു വാഷ്റൂമാണ്. നിങ്ങൾക്ക് എൻ്റെ മുഖം കണ്ടാൽ അറിയാൻ നല്ല ടയേർഡാണ്. ഒരു ലോങ് ഡേ ആയിരുന്നു, ലോങ് ജേർണി ആയിരുന്നു. ഇനി കുറച്ച് നേരം നന്നായിട്ട് റെസ്റ്റ് എടുക്കണം, എന്നാലും നാളെ മുതൽ നമുക്ക് യാത്ര ചെയ്യാനുള്ള എനർജി കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ബൈ ബൈ.